അൽ വഹദത്തു സാനിയ, 6ാം ക്ലാസ് അറബിക്കിലെ 2ാമത്തെ യൂണിറ്റ്. ടെക്നോളജിയ അൽ ഗദി, നാളത്തെ ടെക്നോളജി എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. ടെക്നോളജിയെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. വൈദ്യുതിയും മറ്റുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യർ കൈകൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മറ്റുമാണ് ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് വൈദ്യുതി വന്നു. അപ്പോൾ ഉപകരണങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞു. അങ്ങനെ ടെക്നോളജി കുതിച്ചു വരാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സ്മാർട്ട് ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും AI-യുടെയും ഒക്കെ കാലഘട്ടത്തിലാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഈയൊരു കാലഘട്ടത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് മനുഷ്യൻ വളർന്നു വന്നത്. പണ്ടത്തെ മനുഷ്യൻ്റെ ടെക്നോളജി മുതൽ ഇന്നത്തെ ഈ പുരോഗതിയിലെത്തി നിൽക്കുന്ന ടെക്നോളജികളെക്കുറിച്ച് വളരെ ചുരുക്കി നമുക്ക് ഈ യൂണിറ്റിൽ പരിചയപ്പെടാം. ഇതിൽ 4 പാഠങ്ങളുണ്ട്. മിനൽ അംസി ഇലല്യവും, ഇന്നലെ മുതൽ ഇന്ന് വരെ, അല്ലെങ്കിൽ ഇന്നലെയിൽ നിന്നും ഇന്നിലേക്ക് എന്നതാണ് ഒന്നാമത്തെ പാഠം. ഇതൊരു ബയാനാണ്, ഒരു വിവരണമാണ്. നമുക്കൊന്നാമത്തെ പാഠം നോക്കാം. ഇസ്തയഖല തമീമും മിനൻ നൗമി ബി റനീനിൽ ഹാത്തിഫി. ഫോണിൻ്റെ റിങ് കേട്ടുകൊണ്ട് തമീം ഉറക്കിൽ നിന്നും എഴുന്നേറ്റു. ഇസ്തയഖല തമീം, തമീം എഴുന്നേറ്റു, മിനൻ നൗമി ഉറക്കിൽ നിന്നും, ബി റനീനിൽ ഹാത്തിഫി ഫോണിൻ്റെ റിങ് കൊണ്ട്, ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ട്. മഅഹു സദീഖുഹു രാജു, അവൻ്റെ കൂടെ അവൻ്റെ കൂട്ടുകാരനായ രാജുവും ഉണ്ടായിരുന്നു. ഹുമാ ദാരിസാനി, അവർ വിദ്യാർത്ഥികളാണ്. ഫി മദ്രസത്തിൻ വാഹിദത്തിൻ, ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രാജുവും തമീം. ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇനിയുള്ളത്. രാജു: സബാഹുൽ ഖൈർ അസീസി. ഗുഡ് മോർണിംഗ് ഡിയർ. തമീം: സബാഹുൻ നൂർ ഹബീബി. ഗുഡ് മോർണിംഗ് ഡിയർ. രാജു: ഹൽ അൻത മഷ്ഗൂലുൻ അൽയൗം. ആർ യു ബിസി ടുഡേ? ഹൽ അൻത മഷ്ഗൂൽ, നീ ബിസിയാണോ? മഷ്ഗൂൽ മീൻസ് ബിസി, തിരക്കിലാണോ? അൽയൗം, ഇന്ന്. അപ്പോൾ തമീം: ലാ, അല്ല. ലസ്തു ബി മഷ്ഗൂൽ, ഐ എം നോട്ട് ബിസി, ഞാൻ ബിസിയല്ല. രാജു: ഹുനാക്ക മഅറദു ടെക്നോളജിയ, ടെക്നോളജി എക്സിബിഷൻ ഉണ്ട്. മഅറദ് മീൻസ് എക്സിബിഷൻ, പ്രദർശനം. ടെക്നോളജി പ്രദർശനമുണ്ട്, എക്സിബിഷനുണ്ട്. ഹല്ല നസുർ, നമ്മൾ പോകുന്നില്ലേ? തമീം: തൊബാൻ, തീർച്ചയായും. അന മുഹ്തമും ഫിൽ മആരിദിൽ ഇൽമിയ, സയൻസ് എക്സിബിഷനുകളിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. അന മുഹ്തമുൻ, ഐ എം ഇൻട്രസ്റ്റഡ്, എനിക്ക് താല്പര്യമുണ്ട്. ഫിൽ മആരിദിൽ ഇൽമിയ, സയൻസ് എക്സിബിഷനുകളിൽ. രാജു: നഹ്റുജു ഫി സാഅത്തി താസിയത്ത് സബാഹൻ, നമുക്ക് 9 മണിക്ക് പോകാം. നഹ്റുജു, നമുക്ക് പോകാം. ഫി സാഅത്തി താസിയത്ത്, 9 മണിക്ക്. സബാഹൻ, 9 AM. AM-ഉം PM-ഉം ഉണ്ട് അല്ലേ? AM എന്നുള്ളതിന് സബാഹൻ എന്ന് പറയും, PM എന്നുള്ളതിന് മസാഅൻ, അതായത് രാവിലെയും വൈകുന്നേരവും. രാവിലെ 9 മണിക്ക് പോകാം. തമീം: മുവാഫിഖ്, അഗ്രി, ഓക്കെ, നമുക്ക് 9 മണിക്ക് പോകാം. അങ്ങനെ അഹദ രാജു അത്തദ്കിറത്ത, രാജു ടിക്കറ്റ് എടുത്തു. ഇവർ എക്സിബിഷൻ കാണാൻ വേണ്ടി പോയി. അവിടെ എക്സിബിഷൻ കാണണമെങ്കിൽ, ഉള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം. അങ്ങനെ രാജു തദ്കിറത്തെടുത്തു. തദ്കിറ മീൻസ് ടിക്കറ്റ്. വദഖല ഇലൽ മഅരിൽ, അവർ രണ്ടുപേരും മഅരിലിലേക്ക്, എക്സിബിഷനിലേക്ക് കയറി. തഅജ്ജബ തമീമുൻ, തമീം അത്ഭുതപ്പെട്ടു. വഖാല, എന്നിട്ട് പറഞ്ഞു. അജീബ്, വണ്ടർഫുൾ, അത്ഭുതകരം. മനാദിറു റാഇയ, ആകർഷകമായ കാഴ്ചകൾ, വണ്ടർഫുൾ വ്യൂസ്. അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് തമീം അത്ഭുതപ്പെട്ടു പോയി. നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാം. അൽ അദവാത്ത്, ടൂൾസ്. എക്സിബിഷന് പോയാൽ ഇതേപോലുള്ള ടൂൾസൊക്കെ, പഴയകാല ടൂൾസുകളൊക്കെ നമുക്ക് കാണാം. പഴയ കാലത്തെയും പുതിയ കാലത്തെയും ഒക്കെ ഉപകരണങ്ങളും മറ്റും എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഇവിടെ കുറച്ച് പഴയകാല ടൂൾസ് കൊടുത്തിട്ടുണ്ട്. ഖദീമൻ, പണ്ട്. കാനന്നാസു യസ്തഅമിലൂന, ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ലിഹാജാതിഹിമുൽ യൗമിയ, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി. ആലാത്തിൻ യദവിയത്തൻ ബസീത്തൻ, ലഘുവായ കൈകൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ആലാത്ത് മീൻസ് ഉപകരണങ്ങൾ. യദവിയ, കൈകൊണ്ടുള്ള വളരെ ലഘുവായ ഉപകരണങ്ങളാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. സുനിഅത്ത് ബിൽ അഹ്ജാരി വൽ അഖ്ശാബി വൽ ഹദീദ്, ഇരുമ്പിനാലും മരത്തടിയാലും കല്ലിനാലുമൊക്കെ ഉണ്ടാക്കപ്പെട്ട ഉപകരണങ്ങളാണവ. സുനിഅത്ത്, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ആ ഉപകരണങ്ങൾ. ബിൽ അഹ്ജാരി, ഹജറുൻ ജമ അഹ്ജാർ, കല്ലുകൾ കൊണ്ട്. വൽ അഖ്ശാബ്, മരത്തടി കൊണ്ട്. വൽ ഹദീദ്, ഇരുമ്പ് കൊണ്ടും കല്ലുകൊണ്ടും തടി കൊണ്ടുമൊക്കെ ഉണ്ടാക്കപ്പെട്ട ഉപകരണങ്ങളാണ് പണ്ട് കാലത്തുണ്ടായിരുന്നത്. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് അൽ കഹ്റബ, വൈദ്യുതി വന്നു, ഇലക്ട്രിസിറ്റി വന്നു.
ആയിരക്കണക്കിന് കൊല്ലങ്ങളായി മനുഷ്യൻ്റെ പുരോഗതി വളരെ മന്ദഗതിയിലായിരുന്നു. സാവധാനം പുരോഗമിച്ച് വരികയാണ്. ഓരോ ടെക്നോളജിയിൽ നിന്നും മറ്റൊരു ടെക്നോളജിയിലേക്ക് വളരെ സാവധാനത്തിലുള്ള വളർച്ചയായിരുന്നു മനുഷ്യൻ്റേത്. എന്നാൽ വൈദ്യുതി കണ്ടുപിടിക്കപ്പെട്ടതോടെ മനുഷ്യൻ്റെ പുരോഗതിയിൽ ഒരു കുതിച്ചുചാട്ടമുണ്ടായി. പിന്നീട് അങ്ങോട്ട് എല്ലാ സാങ്കേതിക വിദ്യകളും എല്ലാ കണ്ടുപിടുത്തങ്ങളും വളരെ പെട്ടെന്നായിരുന്നു. പണ്ട് കാലത്തെ അപേക്ഷിച്ച് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജികളും മാറിക്കൊണ്ടേയിരുന്നു, പുതിയത് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ജാ അഹദുൽ കഹ്റബ, ഇലക്ട്രിസിറ്റിയുടെ അഹദ് വന്നു. അഹദ് മീൻസ് കാലഘട്ടം, ഇറ, യുഗം. വൈദ്യുതിയുടെ യുഗം വന്നു. ബദ അൽ ആലമു യസ്തഖ്ദിമുൽ അദവാത്തിൽ കഹ്റബായിയ, ലോകം വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ബദ തുടങ്ങി, അൽ ആലമു ലോകം, യസ്തഖ്ദിമു ഉപയോഗിക്കാൻ തുടങ്ങി, അൽ അദവാത്തിൽ കഹ്റബായിയ വൈദ്യുത ഉപകരണങ്ങൾ. ഫതഹ ഹാദൽ ഇഖ്തിറാഉ, ഈ കണ്ടുപിടുത്തം തുറന്നു, അബ്വാബൻ ജദീദത്തൻ പുതിയ വാതിലുകൾ, ഇല തഖദ്ദുമി പുരോഗതിയിലേക്കുള്ള പുതിയ വാതിലുകൾ ഇലക്ട്രിസിറ്റി തുറന്നു. പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു പുരോഗതി. അങ്ങനെ അൽ ഹാസൂബ് കമ്പ്യൂട്ടർ, പിന്നീട് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കപ്പെട്ടു. എപ്പോഴാണത്? ലഹറഫി മുൻതസഫിൽ കർണിൽ ഇശ്രീൻ, 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് കമ്പ്യൂട്ടറുകൾ വന്നത്. ലഹറ പ്രത്യക്ഷപ്പെട്ടു, വന്നു, ഫി മുൻതസഫി മധ്യത്തിൽ, അൽ കർണിൽ ഇശ്രീൻ 20-ാം നൂറ്റാണ്ടിൻ്റെ. 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1901 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിനാണ് 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ട് ഏതായിരിക്കും? 1801 മുതൽ 1900 വരെയുള്ള 100 വർഷങ്ങൾ. 21-ാം നൂറ്റാണ്ടോ? 2001 മുതൽ 2100 വരെയുള്ള വർഷങ്ങൾ. ഓക്കെ, അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ കമ്പ്യൂട്ടറുകൾ രംഗപ്രവേശം ചെയ്തു. സാഅദൽ ഹാസൂബു അൽ ആലമ, കമ്പ്യൂട്ടർ ലോകത്തെ സഹായിച്ചു. അല തൈസീരിൽ അമാലിൽ യൗമിയ, ദൈനംദിന പ്രവർത്തനങ്ങളെ എളുപ്പമാക്കാൻ സഹായിച്ചു. കണക്ക് കൂട്ടുന്നതും എഴുതുന്നതും പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും കമ്പ്യൂട്ടർ വന്നതോടെ എളുപ്പമായി തീർന്നു. സ്വാറ ഹാദൽ ഇഖ്തിറാഉ മിൻ അഹമ്മിൽ ഇഖ്തിറാഅത്തി ഫി താരിഖിൽ ഇൻസാൻ, ഈ കണ്ടുപിടുത്തം, അതായത് കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി തീർന്നു. സ്വാറ ഹാദൽ ഇഖ്തിറാഉ, ഈ കണ്ടുപിടുത്തം ആയിത്തീർന്നു, മിൻ അഹമ്മിൽ ഇഖ്തിറാഅത്തി, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിത്തീർന്നു, ഫി താരിഖിൽ ഇൻസാൻ, മനുഷ്യ ചരിത്രത്തിലെ. പിന്നീട് അൽ ഇൻ്റർനെറ്റ് വന്നു. സുമജ അൽ ഇൻ്റർനെറ്റ്, പിന്നീട് ഇൻ്റർനെറ്റ് വന്നു. ഹുവ യുസായിദു, അത് സഹായിക്കുന്നു, ഇൻ്റർനെറ്റ് സഹായിക്കുന്നു, അല തബാദുലിൽ മാലൂമാത്തി, ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യാൻ, ഇലൽ അമാക്കിനിൽ ബഈദത്തി, വിദൂരമായ സ്ഥലങ്ങളിലേക്ക്. യഖ്തദറന്നാസു, ജനങ്ങൾക്ക് കഴിഞ്ഞു, അല തവാസുലി ബിസുർഅത്തിൻ, വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ, അതായത് ദൂരെയുള്ളവരുമായി വേഗത്തിൽ ആശയവിനിമയം നടത്താൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരമൊരുക്കി. നമ്മളിന്ന് ചെയ്യുന്നതെല്ലാം ഇൻ്റർനെറ്റിലാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്നു, ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് വന്നതാണ് അൽ ഹാത്തിഫു ദക്കി, സ്മാർട്ട് ഫോൺ. ലഹറഫിൽ കർണിൽ ഹാദി വൽ ഇശ്രീൻ, 21-ാം നൂറ്റാണ്ടിലാണ് സ്മാർട്ട് ഫോൺ വന്നത്. വ അസ്ബഹത്തിൽ ഹവാത്തിഫു ദക്കിയത്തു അജ്ഹിസത്തൻ മുംതാസത്തൻ, സ്മാർട്ട് ഫോണുകൾ മികച്ച ഉപകരണമായി തീർന്നു. അസ്ബഹത്ത് ആയിത്തീർന്നു, അൽ ഹവാത്തിഫു ദക്കിയത്തു, സ്മാർട്ട് ഫോണുകൾ, അജ്ഹിസത്തൻ മുംതാസത്തൻ, വളരെ മികവുള്ള ഉപകരണങ്ങളായിത്തീർന്നു. യുംകിനു, നമുക്ക് കഴിയും, സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് കഴിയും, അൽ ഇത്തിസാൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കോണ്ടാക്ട് ചെയ്യാൻ, വ തസറുഫാസ്, ട്രാൻസാക്ഷൻസ് നടത്താൻ, വ തസ്ജീൽ, രജിസ്ട്രേഷൻ ചെയ്യാൻ, കാര്യങ്ങൾ രേഖപ്പെടുത്താൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കഴിയും. ബിലംസിൻ വാഹിദിൻ, ഒറ്റ ടച്ച് കൊണ്ട്, അല്ലേ? ലംസ് മീൻസ് ടച്ച്, വാഹിദ്, ഒരു ടച്ച് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും സ്മാർട്ട് ഫോണിൽ. ഇനി ഏറ്റവും അവസാനമായി വന്നതാണ് അസ്സക്കാ ഉൽ ഇസ്തുനാഇ, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. യജ്അലു സക്കാ ഉൽ ഇസ്തുനാഇ അൽ അജ്ഹിസത്തൽ ഇലക്ട്രോണിയത ദക്കിയത്തൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇലക്ട്രോണിക് ഡിവൈസസിനെ സ്മാർട്ടാക്കി മാറ്റുന്നു.
യജ്അലു ദക്കാഉൽ ഇസ്തിനാഇയു എ ഐ ആക്കുന്നു അൽ അജ്ഹിസത്തൽ ഇലക്ട്രോണിയത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളെ സക്കിയത്തൻ സ്മാർട്ട് ബുദ്ധിയുള്ള ഉപകരണങ്ങളാക്കി മാറ്റും. അതായത് മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും ഒക്കെ എ ഐ ബുദ്ധിയുള്ളതാക്കി മാറ്റുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളതാക്കി മാറ്റുന്നു. യുസ്താമലു ഫിൽ അൽ ആബി യുസ്താമലു എ ഐ ഉപയോഗിക്കപ്പെടുന്നു ഫിൽ അൽ ആബി ഗെയിമുകളിലും വഫി മജാലി തർജമത്തി വത്താലീം പിന്നെ എഡ്യൂക്കേഷൻ ട്രാൻസ്ലേഷൻ മേഖലകളിലും. തർജമ ട്രാൻസ്ലേഷൻ, താലീം എഡ്യൂക്കേഷൻ. വയസ്തഹദിമുഹു അന്നാസു ജനങ്ങൾ അതിനെ ഉപയോഗിക്കുന്നു, എ ഐയെ ഉപയോഗിക്കുന്നു നിയാബത്തൻ അനി സക്ക ഇൽ ബഷരി മനുഷ്യൻ്റെ ബുദ്ധിക്ക് പകരമായിക്കൊണ്ട്, ഒരു പകരക്കാരൻ എന്ന നിലയിൽ മനുഷ്യർ എ ഐയെ ഉപയോഗിക്കുന്നുണ്ട്. എ ഐ നമ്മളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. നമുക്കെന്ത് കാര്യം അറിയണമെങ്കിലും ChatGPT പോലുള്ള എ ഐ സോഫ്റ്റ്വെയറുകളോട് ചോദിച്ചാൽ മതി. ഒരു അറിവുള്ള വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് പോലെ കാര്യങ്ങൾ ഇവയോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് ആവശ്യമായ ചിത്രങ്ങൾ ഉണ്ടാക്കിത്തരും, വീഡിയോ ഉണ്ടാക്കിത്തരും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എ ഐ കൊണ്ട് നമുക്ക് ലഭ്യമാണ്. അത് എ ഐയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇത്രയും വിപുലമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി കൂടുതൽ പുരോഗതി പ്രാപിച്ചാൽ നമുക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ ലഭിച്ചേക്കാം. നതഖയ്യലു ടെക്നോളജി അൽ മുസ്തഖ്ബലി വനുഅബ്ബിറു ഭാവിയിലെ ടെക്നോളജിയെ നമുക്ക് ഭാവനയിൽ കാണാം. വനുഅബ്ബിറു എന്നിട്ട് പറയാം. ഇന്നുള്ള ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ ഒരു 100 കൊല്ലം മുമ്പുള്ള ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരിക്കും. അതേപോലെ ഇനിയൊരു 100-200 കൊല്ലം കഴിഞ്ഞാലുള്ള ടെക്നോളജി എന്തായിരിക്കും എന്ന് നമുക്ക് ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കാം. അത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, എന്തായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. നഖറഉ വനജീബു നമുക്ക് വായിച്ച് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അയ്യു അദാത്തിൻ ഇസ്തഅമലഹൻ നാസു ഫി ഖദീമി സമാനി പണ്ട് കാലത്ത് മനുഷ്യൻ ഏത് ടൂളാണ്, ഏത് ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത്? അതിൻ്റെ ഉത്തരം ഇവിടെയുണ്ട്. യസ്തഅമലൂന ലിഹാജാതിഹിം അൽയൗമിയത്തി ആലാത്തിൻ യദവിയ ഇതാണ് ഉത്തരം. അത് ഉത്തരമായിട്ട് എങ്ങനെ എഴുതാം? ഇസ്തഅമലൻ നാസു ജനങ്ങൾ ഉപയോഗിച്ചു ഫി ഖദീമി സമാനി പണ്ട് കാലത്ത് ആലാത്തിൻ യദവിയത്തൻ ബസീത്തൻ ലഘുവായ കൈകൊണ്ടുള്ള ഉപകരണങ്ങൾ. ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. അടുത്ത ചോദ്യം, മാ ഫവായിദു ഇഖ്തിറാഇൽ കഹ്റബാ വൈദ്യുതി കണ്ടുപിടിച്ചത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഫവായിദ് പ്രയോജനങ്ങൾ. ഫതഹ ഇഖ്തിറാഉൽ കഹ്റബായി അബ്വാബൻ ജദീദത്തൻ ഇല തഖദ്ദും വൈദ്യുതിയുടെ കണ്ടുപിടുത്തം പുരോഗതിയിലേക്കുള്ള പുതിയ വാതിലുകൾ തുറന്നു തന്നു. ഫതഹ തുറന്നു തന്നു, ഇഖ്തിറാഉൽ കഹ്റബ വൈദ്യുതിയുടെ കണ്ടുപിടുത്തം, അബ്വാബൻ ജദീദത്തൻ പുതിയ വാതിലുകൾ, ഇല തഖദ്ദും പുരോഗതിയിലേക്കുള്ള. വൈദ്യുതി കണ്ടുപിടിച്ചതോടെ ലോകം പുരോഗതിയിലേക്ക് കുതിക്കാൻ തുടങ്ങി. അടുത്ത ചോദ്യം, കൈഫ അസറ ഇഖ്തിറാഉൽ ഹാസൂബി ഫി താരിഖിൽ ഇൻസാൻ കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യ ചരിത്രത്തിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയത്? ഇസ്തത്വഅ ഇഖ്തിറാഉൽ ഹാസൂബി കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിന് കഴിഞ്ഞു ഫി തസ്രീഇ തതവ്വുരിൽ ഇൽമി വത്തഖ്നി സാങ്കേതികവും സയൻറ്റിഫിക് ശാസ്ത്രീയവുമായ പുരോഗതിയെ വേഗത്തിലാക്കാൻ, പെട്ടെന്ന് പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തോടെ ശാസ്ത്രീയ സാങ്കേതിക പുരോഗതിയൊക്കെ വളരെ വേഗത്തിലാകാൻ തുടങ്ങി. കൈഫ സാഅദൽ ഹാസൂബ് അൽ ഇൻസാന കമ്പ്യൂട്ടർ മനുഷ്യനെ എങ്ങനെയാണ് സഹായിച്ചത്? സാഅദൽ ഹാസൂബ് അൽ ഇൻസാന അല തൈസീരിൽ അഅമാലിൽ യൗമിയ കമ്പ്യൂട്ടർ മനുഷ്യനെ ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുന്നതിൽ സഹായിച്ചു. സാഅദ അൽ ഹാസൂബ് കമ്പ്യൂട്ടർ സഹായിച്ചു, അൽ ഇൻസാന മനുഷ്യനെ, അല തൈസീരി എളുപ്പമാക്കാൻ, അൽ അഅമാൽ അൽ യൗമിയ ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ സഹായിച്ചു. അടുത്ത ചോദ്യം, മത്താ ലഹറത്തിൽ ഹവാത്തിഫു സക്കിയ സ്മാർട്ട് ഫോണുകൾ എപ്പോഴാണ് വന്നത്? എപ്പോഴായിരുന്നു? ലഹറത്തിൽ ഹവാത്തിഫു സക്കിയത്തു ഫിൽ ഖർനിൽ ഹാദി വൽ ഇശ്രീൻ സ്മാർട്ട് ഫോണുകൾ 21-ാം നൂറ്റാണ്ടിലാണ് വന്നത്. ലാസ്റ്റ് ചോദ്യം, ഫി അയ്യി മജാലിൻ യഅമലു അസ്സകാഉൽ ഇസ്തിനാഇ ഏത് രംഗത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്നത്? ഫി അയ്യി മജാലിൻ ഏത് രംഗത്താണ്, ഏത് മേഖലയിലാണ്, യഅമലു പ്രവർത്തിക്കുന്നത്,
അദ്ദക്കാ ഉൽ ഇസ്തിനായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് യഅമലു ദക്കാ ഉൽ ഇസ്തിനായി ഫി മജാലിൽ അൽ ആബി വത്തർജമത്തി വത്താലീം എന്നാണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യഅമലു പ്രവർത്തിക്കുന്നു ഫി മജാലി അൽ ആബി ഗെയിമിംഗ് ഏരിയയിൽ, ഗെയിമുകളിൽ, വത്തർജമത്തി ട്രാൻസ്ലേഷനിൽ, വത്താലീം എഡ്യൂക്കേഷനിൽ, എഡ്യൂക്കേഷൻ, ട്രാൻസ്ലേഷൻ, ഗെയിംസ് എന്നീ മേഖലകളിലൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ മറ്റു പല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്ത പേജിൽ കുറേ ഉപകരണങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണാതെ പഠിക്കുക. നുലാഹിദു വനതാറഫു, നമുക്ക് നിരീക്ഷിക്കാം, മനസ്സിലാക്കാം, പരിചയപ്പെടാം. മിത്തുഹൻ, മിത്തുഹൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഉലക്ക. ഉലക്ക കൊണ്ടും വിരൽ കൊണ്ടുമാണ് പണ്ട് ധാന്യങ്ങളൊക്കെ ഇടിച്ച് പൊടിച്ച് മാവാക്കിയിരുന്നത്. അതിനാണ് മിത്തുഹൻ എന്ന് പറയുന്നത്. ആലത്തുൻ കാത്തിബത്തുൻ, ടൈപ്പ് റൈറ്റർ. കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ് ടൈപ്പ് റൈറ്റർ. പേപ്പർ ഈ മെഷീനിൽ തന്നെ ഇട്ടുകൊണ്ട് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നേരിട്ട് അക്ഷരങ്ങൾ ആ പേപ്പറിലേക്ക് പതിയുന്ന ഒരു സിസ്റ്റമാണ് ഈ ടൈപ്പ് റൈറ്ററിൻ്റേത്. അതിന് ആലത്തുൽ കാത്തിബ എന്ന് പറയും. മെഹ്റാസ്, കലപ്പ നമുക്ക് അറിയാം, നിലം ഉഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കലപ്പ. കാളയുടെ മുതുകിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ലംബത്ത്, ബൾബ്. മിർവഹത്ത്, ഫാന്. സലാജത്ത്, റെഫ്രിജറേറ്റർ. ലൗഹത്തുൽ മിഫ്താഹ്, കീബോർഡ്. ഫഅറത്തുൽ ഹസൂബ്, മൗസ്. ഷാഷത്തുൽ ഹസൂബ്, മോണിറ്റർ. മൗഖിയ വെബ്സൈറ്റ്. തത്ബീഖ്, ആപ്ലിക്കേഷൻ. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷന് തത്ബീഖ് എന്ന് പറയും. ഇൻസാലത്ത്, ഹ്യൂമനോയിഡ് റോബോട്ട്, മനുഷ്യൻ്റെ രൂപത്തിലുള്ള റോബോട്ടിനാണ് ഇൻസാലത്ത് എന്ന് പറയുക. ഇതൊക്കെ വിവിധ ഉപകരണങ്ങളാണ്.